ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദാ ഞാൻ പർച്ചേസ് ചെയ്ത ബില്ല്, പേ ചെയ്ത ഡേറ്റും ഉണ്ട്. ശാലിനി ഒരു IAS കാരിയല്ലേ? ആ രീതിയിലൊക്കെ ചിന്തിക്കാൻ പാടില്ലേ? അല്ല, വിഷ്ണു വന്നില്ലേ? അതോ കൂടെ വന്നിട്ട് അവൻ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടോ? അവൻ ഇത് പണ്ടേ ഉള്ള പരിപാടിയാ. ഒന്നിച്ച് വന്നിട്ടേ അങ്ങ് മാറി നിൽക്കും, എന്നിട്ട് വലിയ ഗമയില് കേറി വരും സർപ്രൈസ് എന്നും പറഞ്ഞ്. വിഷ്ണു, നീ ഇനി പോരടാ, ചുമ്മാ സമയം കളയാനായിട്ട്. അല്ല, സത്യമായിട്ടും അവൻ കൂടെ വന്നില്ല? നിങ്ങൾ നല്ല ഒന്നാം തരമായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. അല്ല, വല്ല നാടകത്തിൽ സിനിമയിൽ ചോദിച്ചൂടെ? ജീവിതമായിട്ട് മല്ലിട്ട് നടക്കുന്നവർക്ക് എന്ത് സിനിമ, എന്ത് നാടകം, എല്ലാം ഒരു തരത്തിലൊരു അഭിനയം തന്നെയല്ലേ? അതെ, ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ. എന്താ കമല, എന്താ പറയുന്നത്? നാടകമാണ് എടുത്തമ്മേ, നല്ല ഒന്നാം തരം നാടകം. ആശാനിപ്പോ എവിടെ നമ്മളോട് അന്വേഷിക്കുന്നേ? രേഷ്മ, ഇവിടെ അധികം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഒരേ ഒരു ചോദ്യം, ഒരേ ഒരു ഉത്തരം. മധുരയിലേക്കുള്ള യാത്രയിൽ വിഷ്ണുവേട്ടൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നോ? എന്റെ കൂടെയോ? എന്തിന്? അല്ല, അതിന് അവനിവിടെ പോയി. അവനിപ്പോ നാട്ടിലില്ലേ? നീ വീണ്ടും നാടകം കളിച്ച് ഞങ്ങളെ വിഡ്ഢികളാക്കുകയാണോ? വിഷ്ണുവേട്ടൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. നിന്റെ ഫോണിൽ നിന്നും വിഷ്ണുവേട്ടന്റെ ഫോണിലേക്ക് ഒരുപാട് കോൾസ് വന്നിട്ടുണ്ട്. കാണാതായതിനു ശേഷവും വന്നിട്ടുണ്ട്. അത് കാണും, കാരണം എനിക്കറിയില്ലല്ലോ അവനെ കാണാതായ കാര്യം. പച്ച കള്ളോ നീ പറയുന്നേ? നീ അറിയാതെ എന്റെ വിഷ്ണുവേട്ടൻ എവിടേക്കും പോവില്ല. അപ്പൊ മേഡത്തിനേക്കാൾ അവന് കൂടുതൽ അടുപ്പം എന്നോടാണെന്നാണോ മേഡം പറഞ്ഞു വരുന്നത്? ഞാൻ ഇതിനു മുമ്പ് മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് തമ്മില് വെറും സൗഹൃദം മാത്രമാണെന്ന്. മറ്റൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല, ഇനി ഉണ്ടാകുകയുമില്ല. രേഷ്മയ്ക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവഞ്ഞിട്ട് പ്ലീസ്, എന്തെങ്കിലും രീതിയിൽ എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ സഹായിക്കണം. മാഡം, ഞാൻ മധുരയിലേക്ക് പോയത് എന്റെ ടെക്സ്റ്റൈൽസിലേക്ക് തുണി പർച്ചേസ് ചെയ്യാനാ. എന്റെ കൂടെ വിഷ്ണു ഉണ്ടായിരുന്നില്ല. ദാ ഞാൻ പർച്ചേസ് ചെയ്ത ബില്ല്, പേ ചെയ്ത ഡേറ്റും ഉണ്ട്. ശാലിനി ഒരു IAS കാരിയല്ലേ? ആ രീതിയിലൊക്കെ ചിന്തിക്കാൻ പാടില്ലേ? വിഷ്ണു എന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടാ. അവനെ കാണാതായിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുക തന്നെ വേണം. ഹലോ. ഹലോ മാഡം, അത്യാവശ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്താ റസാക്കെ? വിവരങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. വളരെ അർജന്റാ. ശരി, ഞാൻ വരാം. ഓക്കെ മാഡം.
ദേ, ഇതൊന്നും അത്ര സത്യമല്ലെന്ന് എനിക്കറിയാം. പറയിക്കും, പറയേണ്ടി വരും എന്റെ ആശാനെ കുറിച്ചുള്ള കാര്യങ്ങള്. അതിന് നിന്റെ ആശാൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല കമല. ഹലോ, ആ ഡേസി, ഇത് ഞാനാ. മനസ്സിലായി. നമ്പർ എന്റെ കയ്യിലുണ്ട്. ശിവൻ കണ്ണു തുറന്നു. കർത്താവേ, കണ്ണു തുറന്നോ? ആ, എന്താ എന്താ ശിവൻ ആദ്യം ചോദിച്ചേ? എന്നെ ചോദിച്ചോ? എന്റെ കാര്യങ്ങൾ തിരക്കിയോ? നീ ഇങ്ങ് വാ, എന്നിട്ട് വിശദമായിട്ട് അവനോട് തന്നെ ചോദിക്കേ. ഞാൻ വരാം അച്ഛാ, ഉടനെ തന്നെ വരാം, ഇപ്പൊ തന്നെ വരാം. കർത്താവേ, എടാ, സത്യമാണോ നീ പറയുന്നത്? ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, ശരി. എടാ, ശിവൻ ജീവനോടെ കണ്ണു തുറന്നെന്നാണല്ലോ പറയുന്നത്. എങ്കിൽ നമുക്ക് ആ കണ്ണങ്ങ് അടപ്പിക്കണം. ഇനി എപ്പോ? ഇത്രയും ദിവസം മരിച്ചതിന് തുല്യായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ സാധിച്ചില്ല. ഇനി ഒട്ടും സാധിക്കയില്ല. അത്ര പെട്ടെന്നൊന്നും അവനെ അങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റാത്തേനോ? ആ, എന്നിട്ടാ നിങ്ങൾ രണ്ടുപേരും കൂടി അവനെ നട റോഡിലിട്ട് ചവിട്ടി കൂട്ടിയത്. അതിനിവരെന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് കാണും. വളഞ്ഞ വഴിയേ. ഇവിടെ അപ്പനും മകനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊട്ടും പുറകിലോട്ടല്ലല്ലോ. മോളെപ്പോലെ നീ അവന്റെ മഹത്വം നിന്ന് വിളമ്പുകയാണോ? അവന്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ മോളിപ്പോ അവന്റെ പിന്നാലെ പരക്കം പാഞ്ഞ് നടക്കുന്നത്. ഇപ്പൊ അവന് ജീവനും വെച്ചില്ലേ? ആ ജീവൻ അവശേഷിപ്പിച്ചത് ഞങ്ങളാണെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള വഴിയും ഞങ്ങൾക്കറിയാം. എടാ, എങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ഡെയ്സിയെ കിട്ടില്ല. എടാ, കൈവിട്ടു പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? വേരുറച്ചിട്ട് കടയോടെ പറിക്കാൻ നിൽക്കരുത്. പൂർണ്ണമായും കളയണമെങ്കിൽ വേരുറയ്ക്കുന്നതിന് മുമ്പ് അത് ചെയ്യണം. എങ്കിലേ പൂർണ്ണ പരിസമാപ്തിയാകൂ. മനസ്സിലായടാ നിനക്ക്? സത്യം പറടാ, ആരൊക്കെ ഇതിന്റെ പിന്നിലുള്ളത്? ഈ കൊട്ടേഷൻ നീ ആർക്ക് വേണ്ടിയാ ചെയ്തത്? ഛി, പറടാ. പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. സർ, എന്താണോ? കളക്ടർ എത്തിയിട്ടുണ്ട്.